ഷിരൂരിലെ രക്ഷാപ്രവർത്തനം ഇന്നും പുരോഗമിക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് മേജർ ജനറൽ എം ഇന്ദ്രബാലനാണ്. സാർ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ നോക്കുകയാണെന്ന്? തൽക്കാലം എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്, ഞാൻ ഇന്നലെ അവിടെ SP-യോടും സംസാരിച്ചു, DC-യോടും സംസാരിച്ചു. ഇന്നലെ കുറേ ഡൈവിങ് അവിടെ അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡൈവിങ്ങിൽ അറിഞ്ഞിരിക്കുന്നത് അവർ കുറച്ച് താഴെ പോയി. എത്ര താഴെ പോയിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഈ ഒഴുക്ക് കാരണം. അപ്പോൾ താഴെ പോയിട്ട് അവർക്ക് താഴെ അവർ മണ്ണാണ് കണ്ടത്, മണ്ണും കല്ലുമാണ് കണ്ടത്. ചിലപ്പോൾ 4 സ്ഥലത്തും പോയിട്ടും 4 സ്ഥലത്തും അതാണ് അവർ കാണുന്നത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇറ്റ് ഈസ് നത്തിങ് ന്യൂ, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ഫോർ മീ. കാരണം ഒരു റിവറിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോകും. പക്ഷേ ഏതെങ്കിലും അൺനാച്ചുറൽ ഒബ്സ്ട്രക്ഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആൻഡ് ഇഫ് ദി റിവർ കുറേ മണ്ണ് ബാക്കിൽ നിന്ന് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ ദറ്റ് മണ്ണ് ടു ഗെറ്റ് ഡെപ്പോസിറ്റ് ഓൺ ദാറ്റ്. കാരണം എന്താണ്, ഈ വരുന്ന മണ്ണ്, ലാൻഡ് സ്ലൈഡ് മണ്ണിൻ്റെ വെയിറ്റ് വെള്ളത്തിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ നോർമലി ഒരുപാട് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ വെള്ളം അതിനെ കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ മൂവ്മെൻറ്റ് യു ഗെറ്റ് എൻ ഒബ്സ്ട്രക്ഷൻ അത് സെറ്റിൽ ആവാൻ നോക്കും. പിന്നെ കുറച്ച് സെറ്റിലായാൽ അതിൻ്റെ മേലെ സെറ്റിലായിട്ട് വരും. ദാറ്റ് ഈസ് എ നോർമൽ കോഴ്സ്. ഇഫ് യു ആസ്ക് എ ജിയോളജിക്കൽ സയൻറ്റിസ്റ്റ് ഹി വിൽ ഗിവ് എ സിമിലർ ആൻസർ ദാറ്റ് ആ മണ്ണ് സെറ്റിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ലാൻഡ് സ്ലൈഡ് വന്നത്. സോ ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ അവിടുന്ന് കുറേ മണ്ണ് താഴെ വന്നു, കല്ലും താഴെ വന്നു. ഹ്യൂജ് ടൺസ് ആൻഡ് ടൺസ് ഓഫ് മണ്ണാണ് വന്നിറക്കുന്നത്, നമുക്ക് വിചാരിക്കുന്ന പോലെ. അത് വന്നിട്ട് വെള്ളത്തിൽ കയറിയിട്ട് ഈ ഒരു സൈഡ്, ആ സൈഡ് വെള്ളം മൊത്തം മണ്ണായി നിറഞ്ഞു കാണും, മൊത്തം. ഒരു ഡൗട്ടും ഇല്ല എനിക്ക്. അതാണ് നമ്മൾ അവിടെ 2 മൺകുഴി കാണില്ലേ, എങ്ങനെയാണ് മൺകുഴി വന്നത്. അപ്പോൾ ഇഫ് യു ആസ്ക് സമ്മൺ ഹു ഹസ് സീൻ ദാറ്റ് പ്ലേസ്, അവിടെ മൺകുഴി ഉണ്ടായിരുന്നില്ല. മൺകുഴി വരുന്ന കാരണം എന്താണ്, ഈ മണ്ണ് അവിടെ പോയി കളക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ മണ്ണ് കളക്റ്റായി. പക്ഷേ ഈ സൈഡിൽ ആ മൺകുഴിയും റിവർ സൈഡിൻ്റെ മണ്ണ് എവിടെ പോയി, എവിടെയെങ്കിലും ഒഴുകിപ്പോയി. അപ്പോൾ അവിടെ മൺകുഴി കണക്റ്റ് ആയ കാരണം എന്തായിരിക്കും, അവിടെ ചിലപ്പോൾ കുറച്ച് ഷാലോ ആയിരിക്കും. ആ ഷാലോയിൽ അല്ലെങ്കിൽ കുറേ കല്ല് കയറിയിട്ട് അവിടെ മൺകുഴി 2-3 മൺകുഴി വന്നു. ഇൻ ബിറ്റ്വീൻ കല്ലൊന്നും ഇല്ലാത്ത കാരണം, നല്ല ഫ്ലോ ഉള്ള കാരണം ഈ മണ്ണൊക്കെ പോയി. അപ്പോൾ ഈ മണ്ണ് പോകുമ്പോൾ ഏതെങ്കിലും സ്റ്റീൽ ഒബ്സ്ട്രക്ഷൻ എൻറൂട്ട് ഉണ്ടെങ്കിൽ ഈ മണ്ണ് അതിൻ്റെ മേലാണ് പോയിട്ട് സെറ്റിൽ ആവും. ഇറ്റ് ഈസ് നാച്ചുറൽ കോഴ്സ്. സോ ഐ എം നോട്ട് സർപ്രൈസ്ഡ് ദാറ്റ് ഇവിടെ മണ്ണ് കണ്ടു എന്ന്. ഇപ്പോൾ എന്താണ് ഒരു പ്രതിസന്ധി? പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്ര ദിവസമായി മഴയുണ്ട്, കാലാവസ്ഥ വളരെ മോശമാണ്. ഇതൊക്കെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ? മഴയുണ്ട്. ഇപ്പോൾ ഇന്നലെ എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നത് അതിൻ്റെ സ്പീഡ് 8 knots അല്ല 9 knots ക്രോസ് ചെയ്തു. അഗെയിൻ ഇന്നലെ ഞാൻ പ്രഡിക്ഷൻ ചെയ്തു, ഈ വന്ന മഴയൊക്കെ അതിൻ്റെ വെള്ളം കയറാൻ 2-3 ദിവസം എടുക്കും ആക്ച്വലായിട്ട് താഴെ വരാനായിട്ട്. അപ്പോൾ മഴ നിന്നിട്ടാണ് വെള്ളം കൂടാൻ പോകുന്നത്. ഒരു 10 ദിവസം മഴ നിന്നാലേ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സ്പീഡ് കുറയുള്ളൂ. ഇതൊക്കെ ഒരു ജിയോളജിക്കൽ സയൻറ്റിസ്റ്റിനെ ചോദിച്ചാൽ ഇതിൽ സിമ്പിളായി ഇതിൻ്റെ ആൻസർ പറയുന്നത്. ബിക്കോസ് ദി ആർ ടെക്നിക്കൽ പീപ്പിൾ. നമ്മളൊരു അപ്ലിക്കേഷൻ മാത്രമേ സ്റ്റഡി ചെയ്യുള്ളൂ. വി ഡോണ്ട് സ്റ്റഡി ദി തിയോറി ആൻഡ് ദി ഫണ്ടമെൻറ്റൽസ്. സോ ഈ കൂടുന്ന കാലാവസ്ഥയ്ക്ക് ഐ തിങ്ക് സെൻഡിങ് ഡൈവേഴ്സ് നമ്മൾ ഓൾറെഡി റിസ്ക് എടുത്തിട്ട് അവരെ അയച്ചു. ഐ റിയലി അഡ്മയർ ദം. ദേ ഹാവ് ഗോൺ ഇൻ സൈഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ടോൾഡ് us അവിടെ മണ്ണുണ്ട്. സോ ഐ എം ഹാപ്പി. അപ്പോൾ അതുള്ള കാരണം ഏത് ഡൈവർ പോയാലും ഇനി അതിനെ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഡൈവറിന് മണ്ണ് മാറ്റാൻ പറ്റില്ല, അത്ര മണ്ണ് അവിടെ കിടക്കാണ്. അപ്പോൾ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് ഡൈവിങ് ഐ തിങ്ക് വി ഷുഡ് സ്റ്റോപ്പ്. ഇറ്റ് ഡസൻ മേക്ക് സെൻസ് ടു ബി ഡൂയിങ് ഡൈവിങ് എനി മോർ. ഇഫ് ഇറ്റ് ഓൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദി കറൻറ്റിൻ്റെ സ്പീഡ് ഒന്ന് കുറയണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അതിൻ്റെ കൂടെ പ്ലാനിങ് ചെയ്താൽ നമുക്കൊരു എഞ്ചിനീയറിംഗ് പ്ലാനിങ് ആണ് ചെയ്യേണ്ടത്. ദിസ് ഈസ് എൻ എഞ്ചിനീയറിംഗ് റിക്വയർമെൻറ്റ്. വി ഹാവ് ടു എംപ്ലോയ് പീപ്പിൾ വിത്ത് എഞ്ചിനീയറിംഗ് നോളജ് ആൻഡ് പീപ്പിൾ ഹു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ദിസ് കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ആൻഡ് പീപ്പിൾ വിത്ത് ഇന്നോവേറ്റീവ് മൈൻഡ്. ഈ 3 കോമ്പിനേഷൻ ആയാലേ നമുക്ക് ഇതിന് റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇഫ് യു ഗോ ആൻഡ് ടെൽ ദ ബാർച്ചിൽ നിങ്ങൾ വന്നോ, അവരെന്ത് ചെയ്യും? ദേ വിൽ നോട്ട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അതേപോലെ ഇഫ് യു കോൾ സം ടെക്നിക്കൽ പീപ്പിൾ ദേ വിൽ സേ ഓക്കെ ടെക്നോളജി തിയറി എഴുതി തരും. ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും? ഈ 3 കോമ്പിനേഷനുള്ള ആരെങ്കിലും വേണം ഹു ഷുഡ് ലീഡ് ദി എൻറ്റയർ ഓപ്പറേഷൻ. അപ്പോൾ ഇത് സക്സസ് കിട്ടുള്ളൂ. അതിൽ ആസ് ഐ കീപ് സെയിങ് വൺ ഓഫ് ദി പോസിബിൾ ഓപ്ഷൻസ്, ഒരു വയബിൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഈ ജാങ്കർ ഫെറി ഉണ്ട്, കൊച്ചി പോർട്ട് ട്രസ്റ്റിലുണ്ടെന്ന് കേട്ടു ഞാൻ, കൊച്ചിയുടെ അവിടെ. ആ ജാങ്കർ ഫെറിയുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. ആ ജാങ്കർ ഫെറിയാണ് ഇപ്പോൾ മോസ്റ്റ് വയബിൾ ഓപ്ഷൻ. എന്താ റീസൺ അതിൻ്റെ എന്താ പറഞ്ഞാൽ, ജാങ്കർ ഫെറിക്ക് ഫസ്റ്റ്ലി ഇറ്റ് ക്യാൻ ടേക്ക് ഹ്യൂജ് ലോഡ്. ഒരു 10-20 ട്രക്ക് അതിൽ കയറ്റാൻ പറ്റും, 100 കാറൊക്കെ കയറാൻ പറ്റും. അതുമാത്രമല്ല, ദാറ്റ് ഈസ് വൺ. സെക്കൻഡ്ലി അതിൻ്റെ ഡ്രാഫ്റ്റ് ഈസ് ജസ്റ്റ് 1/2 meter or 1 meter മാക്സിമം ഡ്രാഫ്റ്റ് പറഞ്ഞാൽ എത്ര വെള്ളത്തിൽ താഴെ പോകും. തേർഡ്ലി അത് വളരെ സ്റ്റേബിളാണ്. ഫോർത്ത്ലി അത് സ്പീഡ് അതിന് 6.57 knot സ്പീഡൊക്കെ എടുക്കാൻ പറ്റും.
വേറെ ബാർജിനൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഡ്രജറിനും ചിലപ്പോൾ അത്ര എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കൊണ്ടുവന്നാൽ അവിടെ ദിസ് ക്യാൻ ബി എ വെരി ഗുഡ് സ്റ്റേബിൾ പ്ലാറ്റ്ഫോം. പിന്നെ ആ ഓപ്പറേറ്ററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ലോങ് ആം ക്രെയിനോ ലോങ് ആം JCB എന്തായാലും എനി കൈൻഡ് ഓഫ് എക്സ്കവേറ്ററോ അതിനെ രണ്ടെണ്ണം മൗണ്ട് ചെയ്താൽ യു ക്യാൻ ഡിഗ് ത്രൂ ദി എർത്ത്. നിലവിൽ നമ്മൾ ലോറി ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഇത്ര അടിയിൽ നിന്ന്, ലോറി അല്ലെങ്കിൽ ലോറിയോട് തോന്നുന്നൊരു നമ്മൾ പറയുന്നത് ആ 4 സ്പോട്ട്സ്. വി ആർ ടെക്നോളജി പീപ്പിൾ. ആസ് പെർ ടെക്നോളജി ഇൻപുട്ട് ആ 4 സ്പോട്ട്സിൽ യു വിൽ ഫൈൻഡ് ഇരുമ്പ്. പോയിന്റ് നമ്പർ 1. ഇതിൽ ഏതാണ് ട്രക്ക്, ഏതാണ് ടവർ, ഏതാണ് ക്യാബിന്, ഏതാണിത്, അതാണ് സെക്കൻഡ് പസിൽ. ഫസ്റ്റ് പസിൽ ഈസ് ഈ 4 സ്പോട്ട്സിൽ സോളിഡ് ഇരുമ്പ് ഐറ്റം ഉണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഇതിൽ ഏത് ആവാനായിരിക്കും മാക്സിമം ചാൻസ് ഓഫ് ദ ട്രക്ക്. ദാറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് വി ഡിഡ് സം ഡീറ്റെയിൽ ഇൻ്റർപ്രിട്ടേഷൻ. ഡീറ്റെയിൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തപ്പോൾ വി ഫൗണ്ട് ദാറ്റ് ഈ CP4 ആണ് ട്രക്കിൻ്റെ ആവാൻ മാക്സിമം ചാൻസ്. അത് ഇന്നലെ വി അഗെയിൻ റിവ്യൂഡ്. ബിക്കോസ് ഈ ഫിഷർമെൻ പറഞ്ഞ റിപ്പോർട്ട് നമുക്ക് കിട്ടി, ഇങ്ങനെ എല്ലാവിടെയും മണ്ണാണ്. സോ വി ആർ നോട്ട് സർപ്രൈസ്ഡ്. വി ആർ സ്റ്റിൽ സേയിങ് CP4 മാത്രം നമ്മൾ ഡിഗ് ചെയ്താൽ മതി ടു സ്റ്റാർട്ട് വിത്ത്. അവിടെ ട്രക്ക് ഇല്ലെങ്കിൽ മാത്രം CP2 പോവുക അല്ലെങ്കിൽ CP3 പോവുക. ਪਰ വി ആർ കോൺഫിഡൻറ്റ് CP4 ട്രക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രാദേശികമായി പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. എന്താണ് ഇപ്പോൾ ഈ എത്രത്തോളം റിസ്ക് ആണ് ഇപ്പോൾ ഇങ്ങോട്ട് ഈ ഡൈവേഴ്സിന് പോവുക എന്നുള്ളത്? ഫോർച്ചുനേറ്റ്ലി അവർ പോയത് പ്ലെയിൻ വെള്ളത്തിലാണ്. അവർ പോയി ടച്ച് ചെയ്തു വന്നു. അപ്പോൾ കയറൊക്കെ കെട്ടിക്കാണും. പിന്നെ അവർ നല്ല എക്സ്പേർട്ടാണ്. ഐ കുഡ് മേക്ക് ഔട്ട് ദാറ്റ് ദേ ഹാവ് ലോട്ട് ഓഫ് എക്സ്പെർട്ടീസ് ഇൻ ദിസ്. അവർ താഴെ പോയി വന്നു. അത് കാരണം കുറച്ച് റിസ്ക് കുറവാണ്. പക്ഷേ ഇന്നലെ യു ഓൾസോ ഹേർഡ് ദ റിപ്പോർട്ട്, ഹി ഓൾമോസ്റ്റ് ലോസ്റ്റ് ഹിസ് കൺട്രോൾ. പിന്നെ അവരെ രക്ഷിക്കേണ്ടി വന്നു. ഇത് എഗെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ റിസ്ക് റിമെയിൻസ്. ആ പുള്ളി റിസ്ക് എടുക്കുന്നു, ദാറ്റ്സ് എ കറേജിയസ് തിങ്, നോ ഡൗട്ട് അബൌട്ട്. പക്ഷേ നമ്മൾ ആ റിസ്ക് എടുക്കണോ? ടു മൈ മൈൻഡ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ആ റിസ്ക് എടുത്തിട്ട് ഇറ്റ്സ് നോട്ട് റൈറ്റ്. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഹി ഓൾസോ ആസ് എ ഫാമിലി. ഈ താഴെ പോകുന്ന ആൾക്കും ഒരു ഫാമിലി ഉണ്ട്. ആ പുള്ളി ആ ഫാമിലി ആ റിസ്ക് എടുത്ത് എന്തിനാണ് പോകണത്? ഇപ്പോൾ നമ്മൾ ആർമിയിൽ ബാറ്റിൽ പോവും, ഓക്കെ. അപ്പോൾ കാർഗിൽ യുദ്ധം ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സോൾജേഴ്സിൻ്റെ ലൈഫ് റിസ്കിലിടും. എന്താണ്? ആ സോൾജറിൻ്റെ അമ്മ ആ സോൾജറിനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ടേക്ക് കെയർ ഓഫ് ഹിം ആൻഡ് ലെറ്റ് ഹിം ഹെൽപ്പ് യു വിൻ ദ ബാറ്റിൽ. അത് പറഞ്ഞിട്ട് വിട്ടിരിക്കണം അമ്മ, അല്ലേ? അപ്പോൾ നമ്മൾ ബാറ്റിൽ പോകുമ്പോൾ വി ഡിസ്കസ് ഈ ഒബ്ജക്റ്റീവിനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ ഇല്ലയോ, എനിമീനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ. ആ സ്ഥിതി ഡിസ്കസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് എത്ര സ്ട്രോങ് ആണ്, നമ്മുടെ നേഷൻ്റെ ഇത് പ്രൊട്ടക്ഷൻ, അതെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മളൊരു സോൾജറിൻ്റെയും ലൈഫ് റിസ്കിലിടുന്നത്. ദാറ്റ് ഈസ് ദി എക്സ്ട്രീം റിക്വയർമെൻറ്റ് ഓഫ് പുട്ടിങ് ലൈഫ് അറ്റ് റിസ്ക്, നമ്മുടെയും ലൈഫും. അപ്പോൾ ഒരു നല്ല ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് കിട്ടാനൊരു റീസണബിൾ ചാൻസ് ഉണ്ട്. വി വിൽ പുട്ട് അവർ സോൾജേഴ്സ് ലൈഫ് അറ്റ് റിസ്ക് ആൻഡ് ദേ ആർ വിത്ത് അസ്. ജസ്റ്റ് ബിക്കോസ് എ സോൾജർ ഹാസ് സെഡ് ഐ വിൽ റിസ്ക് മൈ ലൈഫ് ഡസൻ മീൻ വി വിൽ പുട്ട് ഹിം ടു റിസ്ക്. ദാറ്റ് ഈസ് നോട്ട് ദ റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ. മനസ്സിലായോ? അതേപോലെ വി ഹാവ് ദിസ് എക്സ്പീരിയൻസ്. ഞാൻ കാർഗിൽ യുദ്ധം 3 മാസം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ലോസ്റ്റ് സോ മെനി ലൈഫ്സ് ദെയർ. ബട്ട് ദെയർ വെൻ വി ലൂസ് ലൈഫ്സ്, ദി മദർ ഹു ലൂസസ് സൺ, ഷീ ക്രൈസ്, ഷീ ഈസ് പെയിൻഡ്, ബട്ട് ഷീ ഈസ് പ്രൗഡ്. അറ്റ് ദി എൻഡ് ഓഫ് ഷീ ഈസ് പ്രൗഡ് ദാറ്റ് അവരുടെ മകൻ പോയിട്ട് ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവനും കൊടുത്തിറക്കുന്നത്. ഇവിടെ ആ സിറ്റുവേഷൻ ഇല്ല. ഡെഫിനറ്റ്ലി എനിക്കും അർജുനൻ്റെ സങ്കടമുണ്ട്. ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു സീ അർജുനൻ ബിക്കോസ് വി ആർ ഓൾ വർക്കിംഗ് ഫോർ ഇറ്റ്. അവരുടെ അമ്മയുടെ സങ്കടം എനിക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാക്കാൻ പറ്റും, ഫാമിലിക്ക് സങ്കടം മനസ്സിലാക്കാൻ പറ്റും, അമ്മയ്ക്ക് കാണണമെന്നുണ്ടാവും. നമുക്ക് അർജുനെ കൊണ്ടുവരാം. പക്ഷേ അത് വേറൊരു മനുഷ്യൻ്റെ ലൈഫ് റിസ്കിൽ ഇടാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതാണ്? വി ഹാവ് ടു അണ്ടർടേക്ക് ദാറ്റ്. അതിന് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ റൈറ്റ് അതോറിറ്റി. ഐ വിൽ നോട്ട് ടെൽ ദം വാട്ട് ടു ഡു, ബട്ട് ഇഫ് ദ സീക്ക് മൈ അഡ്വൈസ് ഐ വിൽ ബി വിത്ത് ദം. ഒന്നുകൂടെ ഞാൻ അവിടെ പോയിട്ട് ആ ഫുൾ എഞ്ചിനീയറിംഗ് പ്ലാനിങ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, വി ക്യാൻ സിറ്റ് ഡൗൺ ആൻഡ് വർക്ക് ഇറ്റ് ടുഗദർ. ഇനി എന്തെങ്കിലും പുതിയ ഉപകരണങ്ങൾ നമുക്കിത് ട്രേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ബാങ്കർ ഓപ്ഷൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ അതിൽ 2 ഒബ്സ്റ്റക്കിൾസ് വരുന്നുണ്ട്. ഒന്ന് 2 ബ്രിഡ്ജ് ഉണ്ട് കേട്ടു ഞാൻ. ഒരു ബ്രിഡ്ജിൻ്റെ പേരാണ് ഗംഗാവലി ബ്രിഡ്ജ്. വേറൊരു 2 ബ്രിഡ്ജ് ഉണ്ട് ഫ്രം ദി റിവർ മൗത്ത് ടു ദിസ് പ്ലേസ്. ഈ 2 ബ്രിഡ്ജിൻ്റെ വീതി ഏകദേശം ഐ എം ടോൾഡ് ദാറ്റ് സിംഗിൾ സ്പാൻ ഇസ് അബൌട്ട് 20 മീറ്റർ വൈഡ്, വിച്ച് ഇസ് വെരി ഗുഡ്. പക്ഷേ ബിറ്റ്വീൻ ദി ബ്രിഡ്ജ് ആൻഡ് ദ വാട്ടർ ഗ്യാപ്പ് പറയില്ലേ, അത് 4 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് നോക്കണം ഈ ജാങ്കർ ഫെറിയുടെ നെറ്റ് ഹൈറ്റ് എത്രയാണെന്ന്. ക്യാൻ ഇറ്റ് കം ത്രൂ ദിസ്? അത് കുറച്ച് സ്റ്റഡി ചെയ്യേണ്ടി വരും. അത് ഞാൻ സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
then this Jangar option is, I think, the most viable option. പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് യു അവിടെ പോയിട്ട് ബാർജിനെ എടുത്തിട്ട് അതിന് മേലെ ഒന്ന് ഇത് കയറ്റുക, പിന്നെ മേക്ക് റിവർ ട്രെയിനിങ് വർക്ക് ഉപയോഗിച്ചിട്ട് അവിടെ വെള്ളത്തിനെ മാറ്റിയെടുക്കുക. അതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ഓപ്ഷൻസ് ആണ്. ടാങ്കർ എത്തിക്കുന്ന കാര്യം സർക്കാരുകൾ സംസാരിച്ചിട്ടുണ്ട്. അല്ല, സി ഐ എം ഓൺലി സജസ്റ്റിംഗ് എ ടെക്നോളജി. I am not the administrative authority there. Neither I am DC, nor I am a minister, nor I am this thing. I am a simple person who will give advice. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു മനുഷ്യനെ അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരണം. വിത്ത് ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് വാട്ട് ഐ ഹാഡ് ഓഫേർഡ് മൈ സർവീസസ്. ഈവൻ അഗെയിൻ ഐ എം വില്ലിംഗ് ടു ഓഫർ മൈ സർവീസസ് വെരി മച്ച്, ബട്ട് I will offer it once they formally request me to provide that service. Personal note നമ്മൾ ഓൾറെഡി ടച്ച് ചെയ്യുന്നുണ്ട് DC കയ്യിലും. I am constantly telling what all we can do. ഇനിയിപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാം, അല്ലെങ്കിൽ എത്ര നേരം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയുള്ളത്? See, I don't think we should hurry up. ഈ ഒരുപാട് ഹറി ചെയ്തിട്ട് അതിനെ പുറത്തെടുക്കാൻ നോക്കുമ്പോൾ we might end up creating one more situation. It is not worth it. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ, ഇതൊക്കെ എഞ്ചിനീയറിംഗ് ഫീഡ്സ് ആണ്. ഈ ജാങ്കറും കൊണ്ടുവന്നാലും ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ എല്ലാറ്റിനും ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഒരു മേജർ സിറ്റുവേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണോ? ഈസ് എ ക്വസ്റ്റ്യൻ ഓൾ ഓഫ് us have to ask. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തന്നെ ചോദിക്കണം. All of us should ask. We have trying to resolve one situation. Supposing in doing that, you end up creating one more situation. You have to weigh the pros and cons of doing that. അത് ചെയ്താലാണ് we can speak ourselves as mature people. Whosoever it is. അപ്പോൾ ഒരു മെച്യൂരിറ്റി ഉണ്ട്. സോ റിസ്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈഫ് റിസ്ക്. സെക്കൻഡ് റിസ്ക്, വി മസ്റ്റ് ഡു ഇറ്റ് ഇൻ സച്ച് എ മാനർ, ഇതിനെ സോൾവ് ചെയ്യാൻ പോയിട്ട് വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ബിക്കോസ് അതിനെ പിന്നെ അവരെ രക്ഷിക്കാൻ ആര് പോവും? പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുമോ? യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ? സോ വി ഷുഡ് പ്ലാൻ ഇറ്റ് പ്രോപ്പർലി, ഡെലിബറേറ്റ്ലി. ഒരു ധൃതി ചെയ്യാൻ പാടില്ല ഇതിൽ. Let us plan it deliberately with the two parties who are involved, that is the Kerala authorities as well as the Karwar authorities. We take proper advice, work out the engineering detail of the full plan, get proper data, get proper information. Let's do a professional work and then say, let's go ahead and do this. അതായത് കൃത്യമായൊരു പ്ലാനിങ്ങിലൂടെ മാത്രമേ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയൂ. അതായിരിക്കും ഏറ്റവും ഗുണകരം എന്നാണ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.